പരിശുദ്ധതയുടെ പർദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുക നമുക്കെല്ലാവർക്കും സുപരിചിതനായ വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ള ഒരു വിശുദ്ധൻ, വിജാതിയരുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പൗലോസ്ലീഹായെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏറ്റവും തീക്ഷ്ണതയോടുകൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് അദ്ദേഹം വളരെ മുന്നിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ദൈവിക സ്പർശനം ലഭിച്ചതിന് ശേഷം അദ്ദേഹം വളരെ അതിനേക്കാളൊക്കെ ഇരട്ടിയായിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ജനിച്ചത് താർസീസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ്. താർസീസ് നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സർവകലാശാല പട്ടണമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാനായിട്ട് അവിടെ നിന്ന് സാധിച്ചു. ആ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കുക. മറ്റുള്ള അപ്പോസ്തലന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ നല്ല വിദ്യാഭ്യാസം നേടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ്ലീഹ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കാഴ്ചയിൽ വളരെ ആകർഷണം തോന്നിപ്പിക്കുന്ന ഒരു ശരീരപ്രകൃതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു വാഗ്മിയായിരുന്നു. ജനശ്രദ്ധ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള, ശ്രോതാക്കളെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ഒരു സംഭാഷണ ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എല്ലാ അർത്ഥത്തിലും വിശുദ്ധ പൗലോസ്ലീഹയുടെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ആണ് അദ്ദേഹം വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിലൊക്കെ എല്ലാ രീതിയിലും മികച്ച ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധ സ്റ്റീഫൻ്റെ ആ ഒരു രക്തസാക്ഷിത്വം വരിക്കുന്ന ആ ഒരു സമയത്താണ്. റോമിൽ ആ ഒരു കാലഘട്ടത്തിൽ മതപീഡനം വളരെ ശക്തമായി മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വിശുദ്ധ സ്റ്റീഫൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു എന്ന കാരണത്താൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ തിരുസഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വിശുദ്ധ സ്റ്റീഫൻ. ഈ ഒരു സമയത്തിന് ശേഷമാണ് നമുക്ക് പൗലോസിൻ്റെ ആ ഒരു എൻട്രി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിൻ്റെ യഥാർത്ഥമായ പേര് സൗൾ എന്നാണ്. നമുക്ക് പിന്നീട് ബൈബിളിൽ തന്നെ സൗൾ എന്ന ആ ഒരു പേരൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. നമ്മൾ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ പൗലോസിന് ഈ ഒരു കാര്യത്തിൽ, അതായത് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും നിർത്തലാക്കണമെന്നൊരു ശക്തമായ തോന്നൽ സൗളിന് ആ സമയത്ത് ലഭിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് റോമിൽ ഈ പുതിയതായിട്ട് രൂപം കൊണ്ടുവരുന്ന ഈ ഒരു മതത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പ്രധാന പുരോഹിതന്മാരെയൊക്കെ കണ്ട് പ്രത്യേകം പെർമിഷനൊക്കെ വാങ്ങി ഇവരെ പീഡിപ്പിച്ച് ഇവരെ നശിപ്പിച്ച് കളയണമെന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അങ്ങനെ അദ്ദേഹം പെർമിഷനൊക്കെ എടുത്ത് ഡമാസ്കസിലേക്ക് യാത്രയാകുവാൻ നിശ്ചയിക്കുന്നു. പിന്നെ പൗലോസിൻ്റെ ഈ ഒരു യാത്രയിൽ ആണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു സംഭവമൊക്കെ നടക്കുക. ഡമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സഹചരന്മാരോടൊപ്പം യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് കുതിരപ്പുറത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഡമാസ്കസിൽ നിന്ന് ഏകദേശം ഒരു 150 മൈൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വഴിയിൽ വെച്ചാണ് പെട്ടെന്ന് മിന്നൽ പിണർ പോലെ ഒരു വലിയൊരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുഖത്തടിക്കുകയും അദ്ദേഹം പെട്ടെന്ന് ആ കുതിരപ്പുറത്ത് നിന്ന് നിലംപതിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഇതൊരു അസാധാരണമായിട്ടൊരു സംഭവമാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങ് ആരാണെന്ന്. അതിനു മുമ്പ് അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, സൗൾ സൗൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നുവെന്ന്. അങ്ങനെ കർത്താവ് ആരാണ് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്ന ശബ്ദം, ആ ഒരു അശരീരി ഇങ്ങനെയാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണോ ഞാൻ എന്ന് പറയുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലഭിക്കുക. അതായത് താൻ ഇതുവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ജനസമൂഹം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി അതൊരു ദൈവമാണെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ലൊരു ബോധ്യം ആ സമയത്ത് വരികയാണ്. ഇവിടെ നിന്നാണ് സൗളിൻ്റെ ആ ഒരു മാനസാന്തരം ആരംഭിക്കുക. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം സൗളിന് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നുണ്ട്.
പിന്നീട് സൗളിനെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹചരന്മാരാണ് തിരികെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ സൗള് തുടർന്നുള്ള കുറച്ച് നാൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ കഴിച്ചു കൂട്ടുന്നു. സൗള് പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു സ്ഥലത്ത് വളരെ വേറൊരാൾക്ക് ദൈവത്തിൽ നിന്ന് അനന്യാസിന് ഒരു ദർശനം ലഭിക്കുകയാണ്. അതായത് ഇന്ന സ്ഥലത്തിരിക്കുന്ന സൗൾ എന്ന് പറയുന്ന വ്യക്തിയെ ചെന്ന് നീ കാണണം എന്ന് ദൈവത്തിൽ നിന്ന് ദർശനം ലഭിക്കുകയാണ്. അപ്പോൾ അനന്യാസ് എന്ന് പറയുന്ന ആൾ ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു വെളിപാട് ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം പതുക്കെ അങ്ങോട്ട് ദൈവം എവിടെയാണ് ചെല്ലണമെന്ന് പറഞ്ഞാൽ അവിടേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ദൈവം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട്. അങ്ങനെ പൗലോസിനെ സന്ദർശിക്കുകയും അങ്ങനെ അവിടെ വച്ച് വിശ്വാസം പൗലോസ് ഇദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. മാമോദീസായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സൗള് പിന്നീട് പൗലോസ് എന്നാണ് അറിയപ്പെടുക. അദ്ദേഹം പിന്നീട് തൻ്റെ ആ ഒരു പ്രേക്ഷിത യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് സംഭവിച്ചതൊക്കെ അദ്ദേഹം പൂർണ്ണമായി മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു പ്രേക്ഷിത ദൗത്യം ഏറ്റവും വിശ്വസ്തയോടു കൂടി അദ്ദേഹം ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സൗള് ഇതുവരെ ശരിയെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്. പിന്നീട് അദ്ദേഹം ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് തൻ്റെ തുടർന്നുള്ള ജീവിതയാത്ര നടത്തുക. അങ്ങനെ സൗള് തൻ്റെ ആദ്യത്തെ പ്രേക്ഷിത യാത്ര ആരംഭിക്കുന്നത് അന്ത്യോക്യയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സമയം അന്ത്യോക്യയിലെ സഭ അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ യോഗം കൂടുകയും ഓരോരുത്തരെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കണം എന്നുള്ള ഒരു ആലോചന നടത്താമെന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി അവർ യോഗം കൂടാനായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ അന്ത്യോക്യയിലെ സഭ കൂടുന്ന സമയത്ത് അവർ ഈ യോഗത്തിൽ അവർ തീരുമാനിക്കുകയാണ് അവർക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്ന് കരുതിയാണ് അവർ യോഗം കൂടുന്നത്. അപ്പോൾ ഈ യോഗം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു ശബ്ദം കേൾക്കുകയാണ്. അതായത് പോളിനെയും ബർണബാസിനെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവർക്ക് എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിയോഗത്തിനായിട്ട് അവരെ മാറ്റി നിർത്തുക. ബാക്കിയുള്ളവർ അവരെന്താണോ ഇപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത് അതിനായിട്ട് മറ്റുള്ളവർ ഡിവൈഡ് ചെയ്ത് പോവുക എന്നുള്ളൊരു ശബ്ദം അവർ കേൾക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് പൗലോസും അതോടൊപ്പം തന്നെ ബർണബാസും മാറ്റി നിർത്തി പിന്നെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് സെലൂഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ യാത്രയാകുന്ന സമയത്ത് അവർ കാണുന്നവരിലേക്കെല്ലാം അവർ തങ്ങളുടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനായിട്ട് ആ ഒരു പ്രേക്ഷിത വേല ഏറ്റവും തീക്ഷ്ണതയോടുകൂടി അവർ ചെയ്യുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. ചന്തസ്ഥലങ്ങളിൽ പോയിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പലപ്പോഴും യഹൂദർക്ക് ഇവരുടെ സംസാര രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്ക് എങ്ങനെയെങ്കിലും പൗലോസിനെയും ബർണബാസിനെയും അവരെ തടവിലാക്കണം എന്നുള്ള ഒരു തീരുമാനം അവരുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ അവസരത്തിൽ ഇവർ പ്രേക്ഷിത വേല ആരംഭിച്ച സമയത്ത് ഇവരിങ്ങനെ ക്രിസ്തുവിനെ പകർന്നു പ്രഘോഷിക്കുന്ന സമയത്തൊക്കെ യഹൂദർ ഇത് കേൾക്കുകയും പലർക്കും ഇത് ഇഷ്ടക്കേടുണ്ടാക്കുകയും അങ്ങനെ ഇവരെ പിടിക്കാനായിട്ട് ഇവർ നഗര കവാടത്തിൻ്റെ അവിടെ അവർ കാവൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത്തരം ഒരു സംഭവത്തിൻ്റെ സമയത്താണ് ഫരിസേയർ എല്ലാവരും നഗര കവാടത്തിൽ ഇവരെയും പിടിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ഇവരെ നഗരത്തിൻ്റെ ആ മതിലിൽ കൂടി കൊട്ടയിൽ കയറ്റി ഇറക്കി അവരെ രക്ഷപ്പെടുത്തി വിടുന്ന സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയാണ്. യഹൂദർക്ക് ഇവരോടുള്ള ഒരു അനിഷ്ടമൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇവർ സെലൂഷ്യയിൽ എത്തുന്നുണ്ട്. സെലൂഷ്യയിൽ എത്തിക്കഴിയുമ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് കൂടുതലും ഈ മാന്ത്രിക വിദ്യ നടത്തുന്നവരോടും അതോടൊപ്പം വ്യാജ പ്രവചനങ്ങളൊക്കെ നടത്തുന്നവരോടൊക്കെയാണ് കൂടുതലും ഒരു ആകർഷണം, അല്ലെ അതിൽ ആ ഒരു വിശ്വാസ രീതിയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ സത്യദൈവത്തെ അവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പൗലോസും അതോടൊപ്പം തന്നെ ബർണബാസും അവിടെ എത്തിച്ചേരുക. അപ്പോൾ അവിടുത്തെ ഒരു മാന്ത്രികനുണ്ട്, എലീമാസ് എന്ന പേരായ. അപ്പോൾ എലീമാസ് ഇവരുടെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചൊക്കെ കേൾക്കുകയും ജനങ്ങൾ ഇവരിലേക്ക് ആകർഷരാകുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എലീമാസിന് എങ്ങനെയെങ്കിലും ഇവരെ കൊടുക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി ഇവരുടെ പിന്നാലെ നടക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ പൗലോസ് ഇത് തിരിച്ചറിയുകയും അദ്ദേഹം എലീമാസിന് താക്കീത് കൊടുക്കുകയും ചെയ്യുന്നു.
നീ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുവാനായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എലീമാസിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എലീമാസിന് വീണ്ടും അനിഷ്ടമായി. അങ്ങനെ എലീമാസ് ചെന്ന് ഇവരെക്കുറിച്ചുള്ള അപവാദങ്ങളൊക്കെ അവിടുത്തെ ഭരണാധികാരിയെ അറിയിക്കുന്നുണ്ട്. ഇവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഭരണാധികാരിയെ അറിയിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ ആരംഭിച്ചു. അങ്ങനെ എലീമാസിന് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുവാനൊക്കെ ആരംഭിച്ചപ്പോൾ പൗലോസ് വീണ്ടും ഇദ്ദേഹത്തോട് സംസാരിക്കുകയും പിന്നീട് നീ ഇപ്രകാരം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുവാനായിട്ട് നോക്കുന്നു, നീ ഇനി അന്ധനായി തീരുമെന്ന് പറയുകയും തുടർന്ന് എലീമാസ് അന്ധനായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഈയൊരു സംഭവം കണ്ട ശേഷം അവിടുത്തെ ആ ഒരു ഭരണാധികാരി മാനസാന്തരപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പൗലോസിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ പോലും അതിൽ മറ്റൊരു നന്മ ദൈവം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് അവർ പംഫീലിയ, പീസിദിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് അവരുടെ പ്രേക്ഷിത യാത്ര നടത്തുന്നുണ്ട്. ഈ യാത്രയിലെല്ലാം അവർ അനേകരോട് സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്. പക്ഷേ അതിൽ യഹൂദരെക്കാൾ അധികം വിജാതീയരാണ് പൗലോസിൻ്റെ ആ ഒരു പ്രസംഗം കേട്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. അതിനാൽ തന്നെയാണ് അദ്ദേഹം വിജാതീയരുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നത്. പിന്നീട് ഇവർ ലിസ്ത്രായിലെത്തുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. ജന്മനാ മുടന്തനായ ഒരു വ്യക്തി, ഒരു യാചകൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിശ്വാസത്തോടെ ഇവരിൽ നിന്ന് സൗഖ്യം യാചിക്കുക. അങ്ങനെ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഇവർ കൈവച്ചതിന് ശേഷം അദ്ദേഹം ആ യാചകൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ലിസ്ത്രയിലുള്ള ജനങ്ങൾ ഈ ഒരു അത്ഭുതം കാണുമ്പോൾ അവർ പൗലോസിനെയും ബർണബാസിനെയും അവരെ ദേവന്മാരായിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. കാര്യം അതുപോലത്തെ ഒരു വിശ്വാസമായിരുന്നു ആ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കരുതിയത് ഇവർ ആരാധിക്കുന്ന ജൂപ്പിറ്റർ, മെർക്കൂറിയസ് ദേവന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങനെ വലിയ ദൈവപുരുഷന്മാരായിട്ടൊക്കെ കാണുവാനായിട്ട്, അങ്ങനെ ആണെന്ന് പറഞ്ഞ് അവരെ കാണുവാനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടിക്കൂടുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളൊരു സാധാരണ വ്യക്തികളാണ്, അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ദേവന്മാരൊന്നുമല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് അതിനുശേഷം ഇവർ ക്രിസ്തുവിനെ അവർക്ക് പകർന്നു കൊടുക്കുകയാണ്, സുവിശേഷം പ്രഘോഷിക്കുകയാണ് ഈ ജനതകളുടെ ഇടയിലേക്ക്. അങ്ങനെ ഒത്തിരി മാനസാന്തരങ്ങൾ അതിനുശേഷം അവിടെ സംഭവിക്കുന്നുണ്ട്. അവരെ ആ ജനങ്ങളെയെല്ലാം സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവരുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനം വഴി സാധിച്ചു. അപ്പോൾ ഇതിന് ശേഷം സ്വാഭാവികമായും നമ്മൾ കണ്ടു, യഹൂദ ജനത യഹൂദരിൽ പലർക്കും എതിർപ്പുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതിന് ശേഷവും അവിടെയും യഹൂദർക്ക് അനിഷ്ടമായി ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവരെ കല്ലെറിഞ്ഞ് വലിച്ചിഴച്ച് നഗരത്തിന് വെളിയിൽ കൊണ്ടെറിഞ്ഞു. അപ്പോൾ നഗരത്തിന് വെളിയിൽ കൊണ്ടിടുമ്പോൾ ഇവർ മരിച്ചെന്ന് കരുതിയാണ് അവരെ അവിടെ വലിച്ചിഴച്ച് കൊണ്ടിടുന്നത്. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ എത്രയോ നീചമായ രീതിയിലായിരിക്കും പൗലോസിനോട് അവിടെ അവർ പെരുമാറിയിട്ടുണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഈ സമയത്തൊന്നും പൗലോസ് തൻ്റെ ആ ഒരു തീക്ഷ്ണതയോ ഒന്നും കുറച്ചില്ല, തൻ്റെ വിശ്വാസത്തിനൊന്നും ഒരു കോട്ടവും സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശ്വാസ തീക്ഷ്ണത അന്നും കൂടുതൽ കത്തിജ്വലിച്ചേ ഉള്ളൂ. ഓരോ പെർസിക്യൂഷൻ നേരിടേണ്ടി വന്നപ്പോൾ അദ്ദേഹം കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് ആരംഭിച്ചു എന്നുള്ളത് വേണം നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. അങ്ങനെ പൗലോസിൻ്റെ പ്രശസ്തി കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ആഥൻസിലേക്ക് പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തതും അവസാനത്തതുമായ പ്രേക്ഷിത യാത്ര അദ്ദേഹം വീണ്ടും അന്ത്യോക്യയിലേക്ക് നടത്തുകയാണ്. ഈ ഒരു യാത്രയിൽ അദ്ദേഹം തുടക്കകാലത്ത് സ്ഥാപിച്ച ആ പഴയ പള്ളികളൊക്കെ സന്ദർശിക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹം തുടങ്ങി. പിന്നീട് കൂടുതൽ സുവിശേഷം പ്രഘോഷിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ ഇതിനെ തുടർന്ന് വീണ്ടും സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന കാരണത്താൽ വീണ്ടും അദ്ദേഹത്തിന് കുറ്റം ആരോപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ത്രോവാസിലെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ലൂക്കായും മറ്റ് ശിഷ്യന്മാരും ഒക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരേ തീക്ഷ്ണതയോട് കൂടിയാണ് ക്രിസ്തുവിനെ പ്രഘോഷിച്ചിരുന്നത്. പിന്നീട് കുറ്റാരോപിതനായ പൗലോസിനെ അവിടെ നിന്ന് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ കപ്പൽ കയറ്റി നാട് കടത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹത്തിന് റോമിലേക്കാണ് പോകേണ്ടത്. കപ്പലിൽ ഇദ്ദേഹത്തോടൊപ്പം 267 മറ്റ് തടവുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഈ ഒരു കപ്പൽ യാത്രയുടെ സമയത്ത് വീണ്ടും വഴിയിൽ വെച്ച് വലിയൊരു പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്.
കപ്പൽ യാത്ര ഏകദേശം പാതി വഴി എത്തുമ്പോൾ പെട്ടെന്ന് ശക്തമായൊരു കൊടുങ്കാറ്റ് കപ്പലിലടിക്കുകയും കപ്പൽ ആടി ഉലയുകയും ഇവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റാതെ ഇത് ദിശ മാറി പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ കപ്പലിലുണ്ടായിരുന്നവരെല്ലാവരും വളരെയധികം വിഷമിക്കുകയും ആകുലപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ പൗലോസ് തനിക്ക് കിട്ടിയ ആ ഒരു വെളിപാടനുസരിച്ച് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, നമ്മൾ സുരക്ഷിതരായി എത്തും, ആരും ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തുന്നു. പിന്നീട് കപ്പൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൂരം യാത്ര പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക് അത് പോയി തങ്ങുകയും എല്ലാവരും തന്നെ നീന്തി അവിടെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ വീണ്ടും ഇവർക്ക് മറ്റൊരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു വേദിയാണ് അവിടെ ഒരുങ്ങുന്നത്. അവിടെ ആയിരുന്ന അവർക്ക് വേണ്ടിയിട്ട് അവിടെ ദ്വീപിലുള്ളവരൊക്കെ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വിറക് എടുക്കുന്ന സമയത്തും പെട്ടെന്നൊരു വിഷപ്പാമ്പ് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുറ്റി. അപ്പോൾ ദ്വീപ് നിവാസികൾ വിചാരിച്ചു ഇദ്ദേഹം എന്തോ ഒരു മഹാപാപിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പം അവർക്ക് വേറൊരു തരം വിശ്വാസമാണ്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദ്വീപ് നിവാസികൾ അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ഏതോ ഒരു മഹാപാപി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോൾ പൗലോസിൻ്റെ കയ്യിൽ പാമ്പ് ചുറ്റിയപ്പോൾ അവർ കരുതിയത് ഇദ്ദേഹം ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മനുഷ്യനല്ല എന്ന് ധരിച്ചു. പക്ഷേ അദ്ദേഹം ആ പാമ്പിനെ പെട്ടെന്ന് തന്നെ തീയിലേക്ക് ഇടുകയും യാതൊരു കുഴപ്പമില്ലാതെ അദ്ദേഹം സുരക്ഷിതനായി ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാഴ്ചയിലൂടെ അവർക്ക് മനസ്സിലായി ഇതൊരു ദൈവ മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലാകുകയും ആ ദ്വീപ് നിവാസികളെല്ലാവരും മാനസാന്തരപ്പെടുവാനായിട്ട് ഈ ഒരു സംഭവം മാറുകയും ചെയ്യുന്നു. പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു കപ്പൽ ആ വഴിക്ക് വരികയും അവരെയെല്ലാം ആ കപ്പലിൽ കയറ്റി വീണ്ടും അവർ റോമിലേക്ക് എത്തുകയാണ്. അങ്ങനെ റോമിലെത്തി അവർ വീണ്ടും ഇവരെ ഇനി ക്രിസ്തുവിനെ പ്രഘോഷിക്കരുതെന്നെല്ലാം താക്കീത് കൊടുത്താണ് ഇവരെ വിടുന്നത്. പക്ഷേ താൻ അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ പൗലോസിന് ഒരിക്കലും കഴിയുമായിരുന്നില്ല. അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. വീണ്ടും അദ്ദേഹം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു കാലഘട്ടം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഈ കാരാഗൃഹത്തിലായിരുന്ന സമയത്താണ് അദ്ദേഹം മറ്റ് സഭകൾക്കൊക്കെ കത്തുകൾ എഴുതിയിരുന്നത്. നമുക്ക് ബൈബിളിൻ്റെ ആ ഒരു പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് എഴുതിയ ലേഖനങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം എഴുതിയിരുന്നതെല്ലാം കാരാഗൃഹത്തിലായിരിക്കുമ്പോഴാണ്. പക്ഷേ ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് എഴുതുന്ന ലേഖനങ്ങളായിട്ട് നമുക്കൊരിക്കലും അനുഭവപ്പെടാറില്ല. അങ്ങനെ പൗലോസ് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം സഭകൾക്കെല്ലാം കത്തുകൾ എഴുതുന്നതും. വളരെ ജോയ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ലേഖനങ്ങളാണ് അവയെല്ലാം. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഈ പ്രതിസന്ധികളൊന്നും ഒരിക്കലും പൗലോസിൻ്റെ മാനസിക അവസ്ഥയെ ബാധിച്ചിരുന്നില്ല. പക്ഷേ പൗലോസ് കരഞ്ഞിരുന്നത് ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു. ആരെങ്കിലും ക്രിസ്തുവിനെ കേട്ടില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ശ്രവിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നതായിട്ട് അദ്ദേഹം കാണുകയാണെങ്കിലൊക്കെ അദ്ദേഹം ഒരുപാട് കരഞ്ഞിരുന്നതായിട്ടാണ് പറയുക. പക്ഷേ ഈ കാരാഗൃഹത്തിൽ അദ്ദേഹത്തിന് ഒത്തിരിയേറെ പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കല്ലെറിയപ്പെടുകയും വലിച്ചിഴക്കപ്പെടുകയും ചാട്ട കൊണ്ട് അടിക്കപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും പൗലോസിൻ്റെ വിശ്വാസത്തെ ഒന്നും അത് തളർത്തിയില്ല. അത്രയ്ക്ക് ആത്മധൈര്യമായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കാരാഗൃഹത്തിൽ രണ്ടാമതും അദ്ദേഹത്തെ അടയ്ക്കേണ്ടി വന്നപ്പോൾ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിച്ചത്. കുറച്ച് നാളത്തെ തടങ്കലിലാക്കുന്ന ആ ഒരു ഫേസൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു അന്ന് പൗലോസിന് ലഭിച്ചത്. അങ്ങനെ ഈ സമയത്ത് അദ്ദേഹം കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നമുക്കറിയാം വിശുദ്ധ പത്രോസ് ലീഹായും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. ഇവരെ രണ്ടുപേരെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. നമുക്ക് ഒരുപക്ഷെ അറിയാവുന്നതാണ്, പത്രോസ് ലീഹ തലകീഴായാണ് ക്രൂശിക്കപ്പെട്ട് മരണപ്പെടുന്നത്. അങ്ങനെ പൗലോസിനെ ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് കാരാഗൃഹത്തിൽ നിന്ന് അവിടുത്തെ വധശിക്ഷ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുചെന്ന് കഴുത്തിൽ വെട്ടേറ്റാണ് അദ്ദേഹം ഈ സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത്. അങ്ങനെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഈ ഒരു ജീവിതകാലത്ത് ഇവിടെ കർത്താവ് എന്തിനായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചോ അത് ഏറ്റവും വിശ്വസ്തയോടുകൂടി, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി, തീക്ഷ്ണതയോടുകൂടി അദ്ദേഹം അത് ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിജാതീയരുടെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന കാലഘട്ടത്തിലെല്ലാം
അനേകം വിജാതീയരെ ക്രിസ്തുവിലേക്ക് കടന്നു വരികയും അവരിലൂടെ ഒത്തിരി പേര് വീണ്ടും സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേദികൾ ഒരുങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണെന്ന്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാൽ പോലും അതെല്ലാം കർത്താവിനെ പ്രതി കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ടും അവയെ എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണെങ്കിൽ അതെല്ലാം ഉറപ്പായും ദൈവം നമ്മളുടെ ഉപരി നന്മയ്ക്കായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ മാധ്യസ്ഥ അയച്ച് നമുക്കും ആ ഒരു പ്രേക്ഷിത തീക്ഷ്ണതയും വിശ്വാസ ചൈതന്യവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.